അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങളൊന്ന് ഇരട്ടി വരെ പോവാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ സിനിമയുടെ ഷൂട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ മീശ ഒന്ന് പിരിച്ച് മേലോട്ട് കയറ്റണം. അപ്പം ഞങ്ങളിത് മേളിലേക്ക് വെക്കുന്നതനുസരിച്ച് മേലോട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു സ്ട്രേറ്റർ മേടിക്കണം. പിന്നെ ഈ കാണുന്ന സഫാരിക്ക് ഒന്ന് AC ഗ്യാസ് ഇറക്കണം. കാരണം നാളെ രാവിലെ ഇവനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് 2 കാര്യമാണ് നമുക്ക്. ഗൈസ് നോക്കൂ, അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണ്ട, 2 കാര്യം ചെയ്യണം കേട്ടോ. ഗൈസ് നോക്കൂ, ലിബി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ്. ആദ്യം വണ്ടി ഒന്ന് പുറത്തോട്ട് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇരുട്ടി ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ്. അതായത് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 2ാം തീയതി ഷൂട്ട്. ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണെന്ന് അറിയാം. അതായത് എല്ലാ കാര്യവും എല്ലാ കാര്യവും ഫിക്സ് സെറ്റ് ചെയ്യും. നമ്മൾ വിളിച്ച് സംസാരിച്ച് സെറ്റപ്പ് ചെയ്യണം. അപ്പം DOP സെറ്റ് ചെയ്യണ്ടായിരുന്നു, എഡിറ്റർ സെറ്റ് ചെയ്യണ്ടായിരുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ഒരു ലേഡി ആക്ടർ ഉണ്ട്, അവരെ സെറ്റപ്പ് ചെയ്യണം. അങ്ങനെ കുറെ സംഭവമാണ്. ഇതൊക്കെ ചെയ്ത് തീർത്തു. വലിയ ഏകദേശമായി. നാളെ ഇനി നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് എറണാകുളം പോകും. രാവിലെ വെളുപ്പിന് 3 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിച്ച് അങ്ങോട്ട് പോവുക. അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ വഴിയിൽ നിന്ന് പ്രതീക്ഷയായിട്ടും കയറും. പിന്നെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഈ കണ്ടന്റ് വായിച്ച് സെറ്റപ്പ് ചെയ്ത് എല്ലാരും പഠിപ്പിച്ചെടുക്കണ്ടേ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. അതിന് ശേഷമാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഒരു അഭിനയിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെയാണ്. ഇതങ്ങ് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ആയി പോകും. ആദ്യം ഒന്ന് ക്യാമറ നിൽക്കാൻ നേരത്ത് പ്രശ്നമുള്ളൂ. നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി കേട്ടോ. സാധാരണ ആൾക്കാർ നിൽക്കുന്ന പോലെ എന്നുള്ള ഒരു ഇത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും. ക്യാമറ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചളുപ്പടിക്കും. പിന്നെ ക്യാമറയിലോട്ട് നോക്കരുത്, കണ്ണു പോകരുത്, എന്തൊക്കെ ഉണ്ട് ഡയറക്ടർ പറഞ്ഞു തന്നായിരുന്നു. മിസ്റ്റർ ഫിക്രു. ഞങ്ങൾ എന്തായാലും നേരെ ഇരട്ടിക്ക് പോകട്ടെ. ഇരട്ടിക്ക് പോയിട്ട് നമുക്ക് 2 കാര്യമാണ് ചെയ്യാനുള്ളത്. ഒരു സ്ട്രേറ്റർ മേടിക്കണം, മീശ പിരിക്കാനുള്ള, പിന്നെ ഇതിന്റെ AC ഒന്ന് നിറയ്ക്കണം. ഈ 2 കാര്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള. ഫൈനലി നമ്മൾ ഇരട്ടിയിലെത്തി. ആദ്യം സ്റ്റേറ്റർ കിട്ടുന്ന ഒരു കടയിലേക്ക്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതെന്തോ ചെയ്തത് പോയി. അത് ഞാനാ കത്തിച്ച് കളഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ സാധനം അതിന്റെ അകത്ത് വെള്ളം വീണപ്പോ ഇരുന്ന് ഊതിച്ച് ഓർമ്മയുണ്ടോ? അത് സ്റ്റേറ്റർ ആണോ? അതല്ല, മീശ പിടിച്ച് മേടിക്കുന്ന ആണോ? അന്നേരം എച്ച് കിട്ടുമായിരിക്കും, അവിടെ നിന്ന് വാങ്ങാം. നമുക്ക് ഫൈനലി ഞങ്ങൾ കടയിലെത്തി. ഈ കാണുന്ന ഫിലിപ്സിന്റെ സാധനം കേട്ടോ. ഇവിടെ അത്യാവശ്യം സാധനം കിട്ടുന്ന ഒരു കട ഇതാണ്. ഇവിടുത്തെ സെയിൽസ്മാനും മുതലാളിയൊക്കെ മുങ്ങി കേട്ടോ. ഞങ്ങൾ ക്യാമറ ഓണാക്കിയപ്പോ ഇതല്ല, ഇതിനെ കൂടെ ഇച്ചിരി ചെറുത് കിട്ടോ? മീശ എത്തണ്ടേ? എത്തൂലേ? അയ്യോ, മീശ നിങ്ങൂല. മണ്ണക്കുറവുള്ള സാധനം എടുക്കേട്ടാ. ശരി കേട്ടോ, ഞങ്ങളുടെ മീശ അത്ര ഇല്ല. ഏറ്റവും ചെറുത് പരമാവധി അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനത്തെ സാധനം കുറട്ടെ. ഈ അയിലും ചെറുതുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് നേരത്തെ എടുത്തത് വലുതും ഇത് വലുതും ഇത് ചെറുതും. ഇതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അത് കൊള്ളൂ, അത് കൊള്ളൂന്നേ. ഇതിനും ചെറുതില്ലല്ലോ. ഇല്ല, ഇതുപോലെ. ഫൈനലി സാധനം കിട്ടി. സാധനം ഇവിടെ വെച്ചാൽ കേട്ടോ. ഞങ്ങൾ സ്ഥിരം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ കാണുന്ന കടയിൽ നിന്നാണ് മേടിക്കാറ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ലിബി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ കാണുന്ന കട ഉണ്ടോ, ആ കാണുന്ന കടയിലേക്ക് അവൻ കമ്മൽ മേടിക്കാണ്ട് പോയത് കേട്ടോ. അവൻ കമ്മൽ മേടിച്ചിട്ട് ഇപ്പം വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നിട്ട് വേണം ഇനി അവനെ കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ AC-യുടെ തണുപ്പും കൂടെ നോക്കണം. അതായത് ഇതിൻ്റെ ഗ്യാസ് അതും കൂടെ നോക്കിയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് പോകട്ടോ. എന്നെല്ലാം പറയട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി ലിബി നടന്നു വരുന്നുണ്ട്. കമ്മൽ കിട്ടേണ്ട സന്തോഷം തോന്നുന്നുണ്ടോ? മൊത്തം എക്സ്പ്രഷനൊക്കെ നോക്കി. കിട്ടിയോടാ? സിൽവർ അല്ലേ, ഇത് ഗോൾഡാ. ഇതിന്റെ ലോഗോ ഒന്നും ഇല്ലല്ലോ. പണയം വെച്ചാക്കല്ലോ കേട്ടോ. ഇത് വരവാണ്. പോടാ. ഇത് ടൗൺ ആട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് വേണം ഇങ്ങനെ തിരിക്കാൻ. ഇരട്ടി ടൗണിൽ നിന്ന് വണ്ടി ഞങ്ങൾ സ്ഥിരം AC കാണിക്കുന്ന ചേട്ടൻ്റെ അടുത്തെത്തിട്ടോ. അത് ഈ ഒരു കാണുന്ന കടയിലാണ് ഞങ്ങൾ സ്ഥിരം AC കാണിക്കുക, ഇരുട്ടിയില് അല്ലേ. ഗൈസ് നോക്കും, ഞങ്ങളുടെ എല്ലാ വണ്ടി അത്യാവശ്യം ഇവിടെ കൊണ്ട് കാണിക്കാം. അപ്പോൾ ഇതിന്റെ ചെറിയ തണുപ്പുറമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന കേട്ടോ. ഇനിയിപ്പം ഇതിന്റെ നോക്കണം. ചിലപ്പം ഞങ്ങളുടെ ഇതായിരിക്കാം, ചിലപ്പം ഗ്യാസ് കുറവായിരിക്കാം. ഈ കാണുന്ന കൽപ്പന ടാക്കീസിന്റെ അവിടെ ഇവിടെ ആധാരം എഴുത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. കുറെ ആധാരം എഴുതുന്ന സംഭവം. അവിടെ ഈ ഒരു ഇതുണ്ടോ, മൂലക്കുരു, അൾസർ, ഫിസ്റ്റുല, ഇതിന്റെ ഒക്കെ അതല്ല, അവിടെ ഉള്ള ഒരു സംഭവത്തിന്റെ ബോർഡ് വേണം. അതിന്റെ അകത്തോടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആട്ടെ കേട്ടാ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അറക്കലൊന്നും ഇല്ലാത്തൊരു കടയാട്ടോ. ഫൈനലി ചേട്ടൻ ബോണറ്റ് തുറന്നു. ഇതിന് കൂളിംഗ് സംഭവങ്ങൾ കുറവുണ്ടോ ചേട്ടൻ നോക്കുക കേട്ടോ. എന്തായാലും ഇതിന്റെ ഗ്യാസ് നോക്കണം. അപ്പോൾ സംശയം അങ്ങ് മാറിക്കിട്ടും. ഉണ്ടോ ചേട്ടാ ഗ്യാസ്? ഉണ്ടോ? നീ ചെക്ക് ചെയ്ത് നോക്കാം. ആണോ?
ഐസി കാണുന്ന സാധനം ഇവിടെ വെക്കട്ടെ കേട്ടോ. അതായത് ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കോ സംഭവം ഉള്ളതിൻ്റെ ആയിരിക്കാമെന്നാ പറഞ്ഞു. ആണോ ചേട്ടാ? കടയ്ക്കുള്ളിൽ കാക്ക കാക്ക ആണോ? ഇതിൻ്റെ ഗ്യാസ് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ പറയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉള്ളിയാ ഓ ഗൈസ്, ഗ്യാസ് നല്ല രീതിയിലുണ്ട്, ഗ്യാസ് കുറവില്ല കേട്ടോ. ആണോ? ഉള്ളിൽ എന്തോ പ്രശ്നമാണെന്ന് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ പറഞ്ഞത് ഗ്യാസിൻ്റെ അല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകും പോലും, അതിൻ്റെ ആയിരിക്കും. ചേട്ടാ ഇതിന് ഇങ്ങനെ വന്നാൽ പോരല്ലോ, നല്ല സ്പീഡ് വരണ്ടേ? ഇതിൻ്റെ ഇതിലെ കേട്ടോ ഏറി വരുന്നേ, ഇതല്ലേ? ഇവിടെയൊന്നും വലിയ ഫ്ലോ ഇല്ല. മൊത്തൂരി നോക്കണം അവനേട്ടെ. ഗ്യാസ് ഉണ്ടെന്നുള്ള ഉറപ്പായില്ല. പിന്നീട് ഒരു ദിവസം ചെയ്താലല്ലോ നല്ലത്. യെസ്, ഗ്യാസ് ഉണ്ടെന്ന് ഉറപ്പായില്ല, അത് മതി. സമാധാനം, സംതൃപ്തി. നോക്കി ചേട്ടൻ പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് കാണിക്കാറ് വണ്ടി. നമ്മുടെ ട്രാവലിലോട്ടെല്ലാം വണ്ടി ഇവിടെയാണ് അത്യാവശ്യം നമ്മൾ പണിക്ക് വരുന്നത് അല്ലേ? അതായത് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ചെക്ക് ചെയ്ത് മനസ്സിലായത് ഗ്യാസിന് വലിയ ഒരു പരിപാടി ഇല്ല കേട്ടോ. AC പക്കയാണ്. അത് ഇത് ക്ലിയർ ആക്കേണ്ട കേസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തൊരു കൂളിംഗ് കൂടിയിടാ. അത് വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പോയിട്ട് പൈപ്പ് വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ആഞ്ഞടിക്കുക. ഞങ്ങൾ ഇതാണ് കൽപ്പന ടാക്കീസ് കേട്ടോ. പഴയ ടാക്കീസ്, ഇപ്പൊ ടാക്കീസ് അല്ല കേട്ടോ. അവരിത് പുനർനിർമ്മിക്കാൻ വേണ്ടി പണിതാണ്. പിന്നെ എന്താ പണിയാത്തെന്ന് അറിയില്ല. ഞങ്ങൾ നേരെ കൊച്ചിനൊരു ചെറിയ സാധനം മേടിക്കാൻ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ വരെ പോയിട്ട് കേട്ടോ. അന്ന് ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് മറ്റേ കൊച്ചിന്റെ സ്വർണം പോയി മേടിക്കുക. ഞങ്ങൾ വീണ്ടും ആ കടയിലെത്തി. ഞങ്ങൾ ആ കടയിലെത്തി. ഇവിടെ ഇറക്കി വിടുവോ? അത്ര വാഗ്വാദങ്ങൾ ശേഷം നമ്മളിവിടെ പോയെ. ഇതിന്റെ അകത്ത് നമുക്ക് നല്ലൊരു വണ്ടി നോക്കി അവന് വാങ്ങണം അല്ലേ? ഇവനെ ഇതാണ് ഒരു വയസ്സുള്ള കൊച്ചിനെ പറ്റിയേ. തള്ളിക്കൊണ്ട് നടക്കാം. നല്ലതും വേണ്ട. പിന്നെ സൈക്കിൾ ടൈപ്പ് ഉണ്ട്. നോക്കൂ, ഞങ്ങള് ഇത് കണ്ടോ, ഈ കാണുന്ന അവസാനം ഇവിടം വരെ എത്തി. പിന്നെ ഇത് ലാസ്റ്റ് 3000 രൂപ തരാന്നട്ടോ പറഞ്ഞത്. ഇനി കുറയും കുറയും. ചേട്ടാ എനിക്ക് നിക്കണം, നിങ്ങൾക്ക് വേണ്ട പ്ലീസ്. നോക്കി വേറെ ഏതാ? വേറെ ഇല്ല. ഇങ്ങനത്തെ മതി. ഇതാകുമ്പോ 1200 സ്റ്റാർട്ടിങ്. ഏതാ? ഇതാകുമ്പോ നോർമൽ ടൈപ്പ്. ഇതാകുമ്പോ 1350. ഇത് എത്ര വയസ്സ്? ഒരു വയസ്സുള്ള വെച്ചാ? ഒരു വയസ്സിന് വിളിക്കാം. ലോക്ക് വേണ്ടിക്കാനാണ് ലോക്ക് ടൈപ്പ് എടുത്തു പറയുന്നത്. അതാകുമ്പോ ഉപയോഗിക്കൂല, കുട്ടി സേഫ്റ്റി ആണ്. പിന്നെ ഹാൻഡിലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഞാൻ നോക്കി കേട്ടോ, ഇതിന്റെ വില കണ്ടിട്ട് കിളി മാറിപ്പോയി. ഓമിനി കൊച്ചിന് മേടിച്ചു കൊടുക്കുന്ന 30,000, 27,000, 17,000, 17,500 ഇതിനല്ലേ? നിങ്ങൾ വന്ന സ്റ്റോപ്പ് കുറയും. ഇതിന്റെ പൈസ കുറഞ്ഞോ? കുറവല്ല, ചെയ്യാം. ഇതിന്റെ സ്റ്റാർട്ടിങ് എത്രയാണ്? 16 രൂപ. ഇതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എത്ര? സ്റ്റാർട്ടിങ് 7,500. ഏതാ? 7,500 രൂപ. ചെറിയ കാർ. ഞാൻ കാറാം, റേറ്റ് വീണ്ടും കുറയും. 25-30 വെയിറ്റ് ആണ്. അത് കൂട്ടുമോ? ചെറുത്. ഇത് കൂട്ടാ? ചെറുത് പോലെടാ. ചെറുതോ? അത് നശിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ വേണ്ട. ഇത് ഇലക്ട്രിക് ആണ്. ഇത് 6,500. നിങ്ങൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാറ്. വൈവൈയുടെ റേറ്റ് നമ്മൾ നോക്കുന്നത് മാനുവൽ മതി അല്ലേ? മാനുവൽ മതി, റിമോട്ട് വേണ്ട. നശിപ്പിക്കും. നമ്മുടെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അമ്മമാർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ കൊള്ളൂല, എല്ലാം നശിപ്പിക്കും. ഇതിന് 450 രൂപ നട്ടോ. ആണോ? JCB റിമോട്ടുള്ള JCB. ഒരെണ്ണം ഇന്ന് ചിരിച്ചോണ്ട് എറിയുന്നുണ്ട്, കാൽ ചിരിച്ചോണ്ട് എറിയുന്നുണ്ട്. ഇതേതാ? ഇത് JCB ഏത് നോക്കട്ടെ. ഇത് കൊടുത്ത് ഒറ്റ ഞാനൊന്ന് അവന് റിമോട്ട് കാറ് ചന്തയിൽ നിന്ന് മേടിച്ചോണ്ട് കൊടുത്തേ. അവനത് മറ്റേ എലിക്കുഞ്ഞിനും പൂച്ചനൊക്കെ എടുത്തിരുന്നു ഒറ്റ കയറി ഇങ്ങനെ സാധനം ഇതിലെ പോയത്. ദൈവത്തിന് മാത്രം അറിയാം. ഇതിനെത്രയാണ് ചെയ്തു തരാന്ന്? വ്യത്യാസമില്ലല്ലോ ഇതിന്. ഇതിലുള്ള നല്ല കാണാൻ രസം. ഇതും കാണാൻ രസമുണ്ട്, അതും കാണാൻ രസം. ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ കളർ വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസം. ഏതാ വേണ്ടേ? ബേക്കിൽ വെക്കുന്ന സാധനമില്ല അതിന്. ഇതിന് സപ്പോർട്ട് ഉണ്ട്, അതിന് സപ്പോർട്ടില്ല. ഇതിനാണ് സപ്പോർട്ടുള്ള. ഇതിന് ബേക്കിൽ സപ്പോർട്ട് ഉണ്ട്, ഇത് അതിനതില്ല. ഇത് തന്നെ മറ്റേതോ ഒന്നുമില്ലല്ലേ? ഇത് വള അത്ര ശരിയല്ലല്ലോ. അല്ല ഇതിനെ അതിന്റെ സീറ്റാണോ ഇതിന്റെ സീറ്റാണോ നല്ലത്? നോക്കിയെടുക്ക്. ഫൈനലി നമ്മൾ ഈ സാധനം മേടിച്ചേട്ടാ. ഈ സാധനമാണോ? 2200 എത്രയാണ്? 2700 രൂപ. 2500 ഉറപ്പിച്ചു.
അല്ലേ? ഏതാണ്ട് ഇതെടുത്തില്ലേ? നീ നോക്കിയ ഏതാ നല്ല ഇതാണ് കാണുന്നല്ലേ? പക്ഷെ വ്യത്യാസമുള്ളൂ. 100 രൂപയുടെ വ്യത്യാസത്തില്ലേ? ഇതിന്റെ സീറ്റ് വന്നിട്ട് ഇതിന്റെ സംഭവം സീറ്റ് തന്നെയാണ്. പക്ഷേ ഈ സാധനം ജസ്റ്റ് ഇത് രണ്ടിനും ഒരേ സീറ്റ് തന്നെയല്ലേ? സീറ്റ് ഒരേ സീറ്റാ. പക്ഷേ ഇതിൽ കവറിങ് വരുന്നുണ്ടെന്നുള്ളൂ. ആണോ? കവറിങ് നമുക്ക് ഊരി എടുക്കത്തില്ലേ? വാഷ് ചെയ്യാം. പോരെ? നീ ഇത് മതി, ഇതാ കാണാൻ രസം. അതെടുത്തോ. ഓക്കെ, ഫൈനലി ഇത് കൊണ്ട് കൊടുക്കാൻ വലിച്ചെറിയായിരുന്നാ മതിയായിരുന്നു. ചേട്ടാ ഇതിന് 2,600 അല്ലേ പറഞ്ഞത്? ഇതിന് 2,700. ഇത് 2,700. ഇത് 2,800. അങ്ങനെ പറഞ്ഞേ? ഇതെന്നാടോ? അതെന്താ? ഓരോ ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ? ഇതിനെത്രയാ? ഇത് പുതിയ വന്നു. അതിന്റെ നോക്കി ചേട്ടാ ഇതിനെ കൂടെ എടുത്തു. റേറ്റിംഗ് എടുക്ക്, നോക്കാലോ. ഇതൊക്കെ എന്താ വണ്ടിയാ? ഇതാകുമ്പോ അഴിച്ചു കൂട്ടി നമുക്ക് ഇടാൻ കേട്ടോ. അവനൊരു സന്തോഷവും ഫിറ്റുണ്ട്. ഉണ്ടോ? ഇവനെ ആദ്യം ചവിട്ടി പഠിക്കുക, അത് കഴിഞ്ഞ് ഓടി പഠിക്കുക, അത് കഴിഞ്ഞ് മെഷീൻ പൊഴുക്കുക, അല്ലേ നല്ലത്? അതെ. കുട്ടിക്കൂടെ കാലൊക്കെ കുറച്ച് ചവിട്ടി പോയി. ടയറിന്റെ ഇളക്കമാണ്. ഇല്ല, അതൊന്നും ആവില്ല. ക്ലിപ്പിംഗ് ഒന്നും ആവില്ല. നിങ്ങൾ ആരും കൊണ്ടാകും. സ്റ്റാർട്ടായി. ആ, റേസ് കൊടുത്തേ. പക്ഷെ ഇത് നമ്മുടെ തിരക്കിന് ഓടിക്കാനായിട്ടില്ല കേട്ടോ. ഇതുണ്ട് അത് 1.5 വയസ്സ് 2 വയസ്സെങ്കിലും വേണ്ടേ? ഓക്കെ, ചാർജില്ല. അതില് നമുക്ക് കയറി ഇരിക്കാൻ പറ്റുമോ കേട്ടോ? അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ കാണുന്നുണ്ട്. ആ കാണുന്ന വലിയ നമുക്ക് പറ്റൂല. എനിക്ക് പറ്റുമോ? ഒരു 5 കിലോ കൂടെ കൂട്ടാൻ പറ്റുമോ? ആ, ഞങ്ങൾ അവസാനം ഇത് മേടിക്കാന്ന് വിചാരിച്ചേ. ഇത് മേടിക്കാന്ന് വിചാരിച്ചപ്പോ ഇതാകുമ്പോ അവൻ കാലൊരു വിഷയാട്ടോ. കാല് നിലത്ത് കുത്തിക്കും. കാണാൻ രസമുണ്ട്. അത് നല്ല വണ്ടിയത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഫൈനലി ഞങ്ങൾ മേടിച്ച ഞങ്ങളുടെ സൈക്കിൾ ഞങ്ങളുടെ ചെറുക്കിന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഉള്ള എക്സ്പ്രഷൻ എന്നാണ് ഞങ്ങൾ നോക്കട്ടെ കേട്ടോ. ഇത് കയറ്റിയെടുത്ത് നമുക്ക് പിന്നെ നമ്മുടെ മറ്റേ മിറ്റത്തൂടെ അവനെ നടത്തിക്കാം. നമ്മള് ഇപ്പം തന്നെ നമ്മള് കൊണ്ടാകത്തിന് ഭയങ്കര ഒച്ചപ്പാടാണ് അല്ലേ? ഗൈസ് നോക്കൂ, നമുക്ക് നേരെ വണ്ടിയുടെ ബേക്കിലുണ്ടോ നടുക്കിടാടാ. ഗൈസ് നോക്കൂ, ഇനി നേരെ നടുക്കിടാ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് മുടി ഞങ്ങളുടെ മീശ സ്ട്രൈറ്റ് ചെയ്യണം കേട്ടോ. പോട്ടേടാ, ടാറ്റാ, പൈസ അയച്ചേ. ആ ഗൈസ് നോക്കൂ, ഈ കാണുന്ന നടുക്കിടാ കേട്ടോ. ചെറുക്കനെ ഇത് കാണുമ്പോ ഉണ്ടല്ലോ എന്തായിരിക്കും ഈ സാധനങ്ങളൊന്നും ഇഷ്ടം. അതെ. ആ ഗൈസ് നോക്കൂ, ലിബിൻ നേരെ സാധനം എടുത്ത് വണ്ടിയുടെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. കേറുവോ? അത് മടക്കാൻ പറ്റൂടാ ലിബിനെ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പൊക്ക്. ഇതേ ഇങ്ങനെ ഇവിടുന്നും പൊക്ക്. ഇത് ഇങ്ങനെ മടക്ക. ഓ ഗൈസ് നോക്കൂ, നമ്മളൊരു മൈക്കിളിന് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. കാരണം എന്താ, മൈക്കിളിന് ഇവിടെ കൊണ്ടുവന്ന സർപ്രൈസ് പോകൂലോ. കഴിഞ്ഞല്ലോ അല്ല, അത് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാത്ത ഒരു സർപ്രൈസാ. ഞങ്ങൾ സാധാരണ എവിടെ പോയാലും മൈക്കിളെ കൊണ്ടുപോകും കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ നേരെ ഒന്ന് ഇരട്ടി വരെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു നമ്പർ അടിച്ച് പോകുന്ന കേട്ടോ. അവിടെ ചെല്ലാൻ നേരത്തെ ദൈവത്തിന് അറിയാം എങ്ങനെയാവും നമ്മുടെ സാധനം. ഇതുകൊണ്ടാണ് പോണത് ഗൈസ്. ഞങ്ങളുണ്ടല്ലോ ഇലക്ട്രിക്കൽ സാധനം മേടിക്കാനാണ്. കാരണം അവൻ അതിനുള്ള ഇതായിട്ടില്ല കേട്ടോ. അവന് പ്രായം ആയിട്ടില്ല. അവന് സ്വന്തമായിട്ട് ക്ലച്ചും ആക്സിലേറ്ററും ഒന്നും ചവിട്ടാനുള്ള സെറ്റപ്പ് ഒന്നും എത്തി. അവന് ഞങ്ങൾ ബൈക്ക് മേടിച്ചു കൊടുക്കൂല. ബൈക്ക് പരാതി ഞങ്ങൾ കയറ്റൂല. അവനെ 4 ടയറുള്ള എന്ത് സാധനമാണെങ്കിലും അവന് മേടിച്ചു കൊടുക്കും. അതായത് ഞങ്ങള് ഇത് കൊടുക്കുമ്പോ നമുക്ക് നോക്കാം എന്താവും. ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങള് സാധനം മേടിക്കുന്ന മീൻകട കയറി കേട്ടോ. അതായത് ഞങ്ങൾ അക്കൂറ് ഞങ്ങൾ പൊസിഷൻ മാറ്റിയായിരുന്നേ. അപ്പോൾ അവിടെ ഒരു 2 മീനിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം മീനൊക്കെ പിന്നെ എന്നാ പറയുക, ഈ കാണുന്ന സാധനമൊക്കെ ഉണ്ട്. ഇതൊന്നും എല്ലാവരും കൂടി ഇടാൻ പറ്റില്ല. ഇവരൊക്കെ ഇത് കണ്ടോ ഒറ്റയ്ക്ക് ഇടണം. പിന്നെ അതേപോലെ തന്നെ അടുത്ത ദിവസം റാംബോയിന് ഷെഡിങ്ങിന് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിന് ചേട്ടന്മായിട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ പോകുന്ന പോക്കിന് ഞങ്ങൾക്ക് 2 ചെറിയ മീനും കൂടെ മേടിക്കാമല്ലോ. യെസ്, 2 കൊണ്ടുവരണം അല്ലേ? 2 പേരും കൊണ്ടുവരണം കേട്ടോ. ഈ കാണുന്ന മീനിന്റെ തീറ്റ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫിഷ് ആവില്ലേ? ഈ ഗോൾഡ് ഫിഷിനെ കൊടുത്തില്ല, ഇതിന്റെ തലയില്ലെന്നാണ് പറഞ്ഞത് അല്ലേ ഏട്ടാ? ഞങ്ങൾ അതിനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അതിനെക്കൂട്ട് ഇതിനെക്കൂട്ട് എടാ കൈക്കിട്ടൊപ്പം വരും പോലും. ഇതാ വാ കുട്ടാ, ഇത് കൈയെടുപ്പ് വരുന്നത്. ഇതും വരൂടാ. ഇതാ ഇതുണ്ടോ? നോക്കൂ, നമുക്ക് വേണ്ടിയുള്ള മീൻ ചേട്ടൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. അതും പറഞ്ഞു, പിന്നെ ഇതും പറഞ്ഞു. ഇത് മതി. പിന്നെ ഗപ്പി. ഇതിനാണ് ജോഡിക്ക് 20 രൂപ. യെസ്, അതിനാണ് ജോഡിക്ക് 70 രൂപ. സിംഗിൾ ആണോ ഡബിൾ ആണോ? ആണോ? പണിതൊരു കുത്തപ്പിനാറ് പണി കേട്ടോ. ഇത് കൂട്ട് കുറച്ച് അല്ലേ? ഇത് കൂട്ട് കുറച്ച് വയറ് മേടിക്കണം. അതായത് ഒരു എന്താണ് സാധനം മേടിച്ചേ? ഒരു കറങ്ങുന്ന സാധനം, പിന്നെ ഒരു മറ്റേ ഇതും വെക്കാണ്ട്, അതും വെക്കണം കേട്ടോ. പോയിട്ട് ഇതാ ഇതും, പിന്നെ ഒരു താമര അല്ല ഒരു
വായുടെ മേലെ കൂടെ ഇത് പോകും. ഇതെന്നാ സംഭവം അറിയാവോ? ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കോളും ഇങ്ങനെ. ഇതും പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇതും ഇത് ഈ കാണുന്ന മുതല അത് വീട്ടിലുണ്ട് കേട്ടോ. അത് വീട്ടിലുണ്ട്. ഇതിന്റെ ഇങ്ങനത്തെ ചെടികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നേ. എല്ലാം എടുത്തു വെച്ചോക്കോ കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെത്ര ഇതിന് 300 ആടാ. ആണോ? അതായത് ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ മറ്റേ പായല് പിടിക്കുന്നോണ്ട് എല്ലാം എടുത്തു വെച്ചോട്ടോ. ചെറുത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടോ? വേറെ എവിടെ സ്റ്റാൻഡ് കേട്ടോ. ഇംഗ്ലീഷ് ഞങ്ങൾ പോകുന്നു. ഫൈനലി ഞങ്ങള് മീനെ സംഭവമൊക്കെ മേടിച്ച ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നേരെ വീട്ടിൽ പോകുന്നു. എനിക്ക് എന്റെ അക്വറി ഒന്ന് ഇന്നലെ ഞാൻ കഴുകി സെറ്റപ്പ് ചെയ്ത് നമ്മൾ അക്വറി ചെയ്ത പൊസിഷൻ എല്ലാവർക്കും അറിയാലോ. അവിടുന്ന് പൊസിഷൻ മാറ്റി ഞങ്ങള് ഞങ്ങളുടെ ചെറിയ മറ്റേ ഇതില്ലേ വിസിറ്റിംഗ് റൂം, ആ വിസിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി. ഇനിയിപ്പോ അതിന്റെ കവറും കൂടെ മേടിച്ചിട്ട് പരിപാടി കഴിഞ്ഞു. അതെല്ലാം അവിടെ സെറ്റപ്പ് ചെയ്ത് അതിന് കുറച്ച് സാധനം മേടിച്ചിട്ട് കുറച്ച് മീൻ മേടിച്ചിട്ട് അതിലേക്ക് ഇടുക. അതിന് ശേഷം സർപ്രൈസ് മൈക്കിളും ബീഗും ഇവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ പ്രശ്നമില്ല. ഇവരൊന്നായോ? നേരത്തെ ഇത് ഓടിച്ചോണ്ടിരുന്നാണല്ലോ ഇവര്. ഇവരൊന്നായോ? ഗേറ്റ് തുറക്കി ഗേറ്റ്. ഇനി നമ്മളെ നമ്മള് സാധാരണ ഇവര് പുറത്തിറങ്ങി വരാത്താണല്ലോ. എന്നാ നീ വിളിച്ചു പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ആണോ? കമാണി പരിപാടി. അതായത് എന്നെ സംഭവം അറിയോ? ഞാൻ അമ്മയുടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പൊ അമ്മ വിചാരിച്ചു മാലല്ല സർപ്രൈസ് എന്നെ ആയിരിക്കും ഞങ്ങൾ മേടിച്ചത്. നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങോട്ട് നോക്കണ്ട. എന്നാ കൊച്ചിനെ മേടിച്ചിരിക്കുന്നത് ഒരു വളയായിരിക്കും. നീ എന്നാ വിചാരിക്കുന്നത്? വള പൊട്ടിയിരിക്കല്ലോ. നീ എന്നാ വിചാരിക്കുന്നത്? ഫുഡ് കഴിക്കുന്ന ടേബിളോ അങ്ങനെ ആയിരിക്കും. ലിബിനെ ഒരു മോതിരമായിരിക്കും. ഉറപ്പല്ലേ? അവിടെ ഇങ്ങോട്ട് വന്നാക്കല്ലേ? വണ്ടി 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 നീ കൊറേ ആയി വണ്ടി വണ്ടി എന്ന് പറയുന്നത്. ഇതാണ് സാധനം. ഏറ്റവും കൂടുതൽ സന്തോഷം ബീഗിളിനാ. അമ്മയ്ക്ക് സ്കൂട്ടി അതായിരിക്കുന്നു. അമ്മ ഇതിന്റെ ഉപകാരം എന്നാ അറിയുമോ? ഇവനെ ഇതിന്റെ അകത്ത് വെക്കുക. ഇത് കൊണ്ടോ ഇങ്ങനെ തള്ളുക. ഇതെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാട്ടോ. പോകുന്നുണ്ടോ? നോക്കണം, എന്നെ പിടിക്കണം കേട്ടോ. ഇതെങ്ങനെയുണ്ട്? പക്ഷെ അതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അവന് സന്തോഷം കേട്ടാ. ചിരി എന്ന് മൈക്കിൾ കൂടൊക്കെ പൊളിച്ച് അൺബോക്സ് ചെയ്തിട്ടോ. അവന്റെ പേരെന്നറിയാവോ? മൈക്കിൾ. മിഖാൽ. മൈക്കിൾ. മിഖാൽ. മൈക്കിൾ മാലഹയുടെ പേരാടാ. ആണോ? പേര് നിങ്ങൾ മാറ്റിക്കളിയാ? ഞങ്ങളുണ്ടല്ലോ അവനിട്ട പേര് കൊച്ചല്ലേ. ഞാനുണ്ടല്ലോ ഞാൻ ഇവനും കൂടെ ഇവന് ഒരു ചെറിയ സാധനം മേടിക്കാൻ പോയതാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് നോക്കിയാ പോകുന്നത്. എന്നാലും എന്റെ ഇവന് മോനല്ലേ ഇത്രയും കാലം ഇവനോട് പറഞ്ഞത് നീ പഠിച്ചില്ലല്ലോ. ഞാൻ തള്ളിക്കൊണ്ട് നിൽക്കാം. വരുന്നോ? കയറ്റിരുത്തിക്കടി. കയറ്റിരുത്തിക്കേ. കയറ്റിരുത്തിക്കേ. വാ ചക്കരവാണി ചക്കരവായി. കൊന്തമാല അമ്മയ്ക്ക് കൊന്തമാലേ പിടിച്ചിരിക്കുവാണോ? ഇവന് കറക്റ്റ് അറിയാം. അതിന്റെ ഇറക്കി വിടണ്ട കേട്ടാ. ഇത് നോക്കിയാ ഞെളിഞ്ഞവനിരിക്കുന്ന നോക്കിയേ. ചിരിച്ച നോക്കിയേ. ഇത് വീടിന്റെ പുറത്തും പൊട്ടിപ്പോവാമേ. എങ്ങനെയുണ്ട്? വേറൊരു സാധനം മേടിച്ചില്ലേ? ഇതാ ഞങ്ങൾ രണ്ടുപേരും മീശ അല്പം നോക്കിയേ. മോന്ന് നോക്കിയേ. എന്നാ വണ്ടിയാ? അതിന്റെ വേറെ കാര്യം ഒരുത്തം മണങ്ങി പോയതാ. ആ വീഗനൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ചെയ്യാണ്ടേ. അതായത് സൈക്കിൾ മേടിച്ചു കൊടുത്തു. ഇതിന് ചെറിയ വിഷയം. അമ്മയുടെ സാധനം അമ്മക്ക് കൊടുത്താ നീ പറഞ്ഞ നീ സർപ്രൈസ് കൊടുക്കണം. എന്നായിരിക്കും ഇതിന്റെ അകത്ത്? ഉറപ്പാണോ?
ഞെട്ടരുത്. ആയിട്ടൊന്നും പറഞ്ഞേക്കരുത്. അവിടെയാണോ? നീ ഇത് മേടിച്ച കാരണല്ലേ നിനക്കിത് കഴിക്കണ്ട വന്നേ. എനിക്ക് അടുത്ത മാസം നോക്കിയാ മുഖം ഇരിക്കുന്നത്. നീന്റെ സ്വഭാവം മാറിപ്പോ എന്റെ അമ്മ. പനിയുള്ള വാട്ട നീ അന്ന് എന്നെ മരുന്ന് മേടിച്ചോണ്ട് ഇവിടെ കൊണ്ട് തട്ടി അന്ന് നിന്റെ തല തിരിഞ്ഞു പോയതാ. നോക്കൂ മൈക്കിൾ സന്തോഷം എന്റെ മുഖം ഇരിക്കുന്ന ഉമ്മ തന്നെ ഉമ്മ ഉമ്മ. ഗൈസ് നോക്കൂ അവന്റെ വണ്ടി നമുക്ക് വീടിന്റെ ഉള്ളിലും ഒക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോ ഞങ്ങളുണ്ടല്ലോ അല്പ നേരത്തിനുള്ളിൽ എനിക്കുള്ള നീ വന്നിട്ട് പോക്കോ, ഞങ്ങൾ മേടിച്ചോളാം. അതാണല്ലോ അല്പ നേരത്തിനുള്ളിൽ അമ്മ കമ്പല് മേടിച്ചു. അവിടെ എന്റെ കമ്മൽ ഒടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ആ കമ്മൽ മേടിച്ചു. എന്തായാലും അയ്യോ സന്തോഷമായി. അയ്യോ കൊച്ചു ഇത്ര നീ കൊച്ചു ഞാനാകാം, ഞാൻ കൊച്ചാകാം. എടാ കള്ളനാട്ടവൻ. ഇവൻ വേറെ കാര്യമുണ്ട് കേട്ടോ. അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സാധനം എടുത്തോണ്ട് പോകും. വാ എല്ലാരും കയറി അവനും കയറി. വാടാ കയറിയോ. ഞങ്ങളുടെ ഫിഷ് ടാങ്ക് ഞങ്ങള് ഈ കാണുന്ന ഇങ്ങോട്ട് മാറ്റിട്ടോ. അത് കണ്ടോ, ഈ കാണുന്ന ഇങ്ങോട്ട് ഫിഷ് ടാങ്ക് മാറ്റി. അപ്പൊ അതിലേക്കാണ് ഞാൻ ഈ സാധനങ്ങൾ മേടിച്ചത്. എന്റെ കുറേ മോട്ടർ ഉണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് അപ്രോക്സിമേറ്റ് 3 മോട്ടർ ഉണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു വലിയ മോട്ടർ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ഇത് വെള്ളം ക്ലീൻ ചെയ്യുന്ന ഒരു വലിയ മോട്ടർ ഇവിടെ ഉണ്ട്. 2 ലൈറ്റ് ഉണ്ട്. ഇതിന്റെ കവർ മാത്രം ശരിയായില്ല കേട്ടോ, അതിന് കിട്ടാനില്ല. ഞാൻ കുറെ സ്ഥലത്ത് പോയി നോക്കിയത് കിട്ടിയില്ല. ഇതിന്റെ അകത്ത് ഇപ്പൊ കുറച്ച് മീനുണ്ട് കേട്ടോ. അമ്മയ്ക്കിതാ കമ്മല് കണ്ടോ. അവസാനം അമ്മീനെ നമ്മള് കണ്ടോ, അമ്മ അവസാനം ഞങ്ങൾ മമ്മീനെ കണ്ടോ സർപ്രൈസ് കിട്ടാ. സൈപ്രസ് എന്ന് വെച്ചാൽ രാജുവാ. ഇറച്ചിയും വെച്ചില്ല, കപ്പയും വെച്ചില്ല. അതിനാ അത് ഇവന്റെ കാത എഴുതാ അമ്മേ, അവന്റെ കാത എഴുതാ. ഇതെന്നാ ഞാനേ ആദ്യം ഇതിനകത്ത് മീനുകൾ ഇറക്കി വിട്ടു. സ്ലിബിന്റെ കാതിൽ കുറെ നാളായിട്ട് കമ്മലില്ലായിരുന്നു. ആ കമ്മലിടും കേട്ടോ, കാരണം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കമ്മലൊക്കെ വേണം. നീ കാരണം കേട്ടോ. അതിനാ അവൻ നിലത്തിറങ്ങുന്നില്ല കേട്ടോ. നല്ലതായിക്കല്ലേ അമ്മ. അത് ഇതിനെത്ര വില ഉണ്ടാവും പ്രഡിക്ഷൻ ചെയ്യാവോ? ഞാൻ പറയാം, 7,000 രൂപ. 3000 രൂപ. അത്രയും പോലും ഇല്ല. 1500 രൂപ. അല്ല 2000 2000 രൂപ. നീ വീട്. ഞാൻ അങ്ങനെ നോക്കൂ, ഈ കാണുന്ന ഒരു മീന്, ഇത് കളർ മീനാട്ടോ. ഈ കാണുന്ന ഒരു തരം മീന്. എന്റെ ഡൗട്ട് ആരെങ്കിലും ഇങ്ങനെ പറയണം, ഈ മീൻ എങ്ങനെ ഇത്ര കളർ വന്നു? ഇത് ഇതാടി ബ്രീഡിങ് ഇത് കോഴിക്കുഞ്ഞിനെ കളർ അടിക്കണ പോലെ. ഫൈനലി അങ്ങനെ നമ്മൾ എല്ലാരും ഇവിടെ കയറി കേട്ടോ. റാമോനെ അയച്ചു വിടാൻ പറ്റൂല, ഇതേപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഇവിടെ നീ എന്താ ചിരിച്ചേ? നീ എന്താ ചിരിച്ചേ? ലാസ്റ്റ് ഓട്ടോ പിടിച്ചാ സത്യം കേട്ടോ. അവൻ മറ്റേ അലമ്പ് തുടങ്ങി അലമ്പ് തന്നെ കേട്ടോ. ഇറങ്ങടാ. അമ്മ ഇവന്റെ വെയിറ്റ് കൂട്ടരുത്. 13 കിലോ കൂടുതൽ ഇവനെ വെയിറ്റ് കൂട്ടാൻ പാടില്ലെന്ന്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അതേപോലെ ദേഹം പൊട്ടുമെന്ന് കടയിലെ ചേട്ടൻ കണ്ടിട്ട് പ്രത്യേകം പറഞ്ഞാക്കുന്ന. അത് കാരണം ഇവനെ എക്സസൈസ് വിടാൻ വേണ്ടി, ഇവന്മാരെ അയച്ചു വിടാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇത് കെട്ടിയത്. കോഴിയുടെ ചാറിന് കൊടുക്കണ്ട. റാംബോയ്ക്ക് കഷ്ണം കൊടുക്കും, ചാറ് കൊടുക്കും. റാംബോ ഇങ്ങനെയായി, ഇവൻ വണ്ണം വെച്ചു. നോയിക്ക് കുറ്റം പറഞ്ഞു കിടന്ന് നോക്കുന്ന. നിനക്ക് തരാടാ, നിനക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. സൂപ്പല്ലേ അത്? സൂപ്പ് കുഞ്ഞുപെട്ടിനും ഇവനെ ഇച്ചിരി തടി കുറച്ചെടുക്കാം. വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇവന്റെ പരിപാടി തുടങ്ങി കേട്ടോ. ചവിട്ടി സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുത്തിട്ടുണ്ട് പോകുന്നു കേട്ടോ. അതാ കൂടി ഇനി അത് എടുക്കണേ, ഇനി പുറകെ ഓടേണ്ടി വരും കേട്ടോ. മൈക്കിളിനെ ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറ്റി ഇനി വീടിന്റെ അകത്തോട് തള്ളിക്കൊണ്ട് നടക്കും കേട്ടോ. മുന്നോട്ട് നോക്കടാ. ഇവനെ ഇവര് തമ്മിൽ കൂട്ടവനെ അല്ലേലും, ഇവര് തമ്മിൽ കൂട്ടല്ലേലും. സന്തോഷമായ ചിരിക്കടാ, 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 ചിരിക്കടാ. എടാ റാംബോ, നീ എടാ ബീ കുഞ്ഞി എന്നെ വിളിക്കാറില്ലടാ. ഈ സാധനം ഇഷ്ടപ്പെട്ടു, സാധനം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ പോകും?
എങ്ങനെ പോവും? എങ്ങനെ പോകും? അവൻ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്നാ അയ്യോടാ ഗൈസ്. ലിബിൻ അങ്ങനെ ഏതാനും നീ എത്ര മാസത്തിന് ശേഷം ഇട്ടേ കമ്മല്? 1-2 6 മാസം ഞാൻ അടുത്ത് കുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. ആണോ? പിന്നെ സിൽമിക്ക് നീ അങ്ങോട്ട് പെടലി വെക്കും, അങ്ങോട്ട് വെക്ക്. അങ്ങനെ 2 സ്ഥലത്തും കമ്മലിട്ട് കേട്ടോ. ഹോ മൈക്കിൾ. അയ്യോ ഗൈസ്, ഇവിടെയായിരുന്നു നമ്മുടെ അക്കോർ ഇരുന്ന് കേട്ടോ. ഇവിടെ നിന്നാണ് അക്കോർ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചാൽ അവിടുന്ന് പറഞ്ഞില്ല വീട്ടിൽ ഇരിപ്പുണ്ടെന്ന്. ഇതേ മുതലാ. ഇതിന്റെ മോട്ടർ ഞാൻ ഇന്നലെ എടുത്ത് കൈ തന്നായിരുന്നല്ലോ. ആ മോട്ടർ മോട്ടർ യെസ് ഗൈസ്. ഇതേ അക്കോർത്ത് വെച്ചില്ല സമാധാനം കിട്ടില്ല കേട്ടോ. വേറെ 2-3 സാധനമുണ്ട്. അതും എന്നാ ആർക്കാ എന്നാടാ ഇത്ര സന്തോഷം? ഇതുണ്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന ഇതിലെ ചക്രം കാണുന്നു. ആ ബീഗു അവസാനം ഇവനെ നിന്റെ അത് പോയോ ഇവന്? രാത്രി ആവുമ്പോ ശരിയാക്കും അത്. അല്ല അവന് സന്തോഷം, അവനെ കാണാത്ത സാധനം. ഇപ്പൊ അവിടുന്ന് ചാടുവേ. അതിനമ്മേ അവന് കൊടുക്കണ്ട ഇനി കൊറേ സാധനങ്ങളും ഇല്ല. ഓ ഗൈസ്, വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഇവനും അവിടെ കയറി ഇരുന്നു. ഇത് ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ല, പട്ടി കയറി ഇരിക്കുന്നു പറഞ്ഞാൽ എന്ത് സത്യമാ. ഇത് അവിടെ കയറി. ഇനി ആ കൊച്ചിന്റെ ദേഹത്തോട്ട് അവൻ ചാടാൻ നോക്കണേ. അവന്റെ സൂക്കേടതാ ചാടും. ഏടാ നീ ആരോ ഏതാന്ന് വിളിച്ചേ? നിന്റെ മുത്തശ്ശിയുടെ പ്രായമുണ്ടല്ലോ. വീണ്ടുമോ? ഇവര് രണ്ടും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവനവനെ പേടിപ്പിക്കുന്ന നീ എന്തിനാ അവനെ പഠിപ്പിച്ചേ? ഏതാ എന്നാ ശിവന് ഇവനെ ഒന്നും ചെയ്യൂല കേട്ടോ. ഭയങ്കര ഇഷ്ടമാ. പക്ഷെ റാംബോനെയാണ് നോക്കണ്ടേ. റാംബോ ഒന്ന് കെട്ടിപ്പിടിച്ച ഇവനെ കാട്ടു കൊടുവാ. നോക്കിയേ, ഒരു ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. നോക്കി അവന് കൊണ്ട് പേപ്പർ കൊണ്ട് കൊടുത്ത കേട്ടോ. ഇവന് പരിപാടി മനസ്സിലായിട്ടോ. അവൻ പേപ്പർ എടുക്കുന്ന നേരത്തെ കണ്ടു. ഇതാ പേപ്പർ കൊണ്ട് കൊടുക്കും നോക്കി. അവന് സന്തോഷം. കൊടുത്തില്ല കൊടുക്കും നോക്കി. ഇതാ അവനാണ് പേടിച്ച്. അവന്റെ ഇഷ്ടപ്പെട്ട സാധനം ഇനി അത് പോയി തിരിച്ചു മേടിക്കേ. ഈ അടുത്ത സാധനം കൊടുക്കുകയെ. ഇതാ അടുത്ത പേപ്പർ കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം മേടിക്കുന്നുണ്ട്. ഇതാ അവനെ കൊണ്ടുപോകാൻ പോവാ. അതിനാ ഗായ്സ് പാവം മൈക്കിള് കാരണം ബീഗുവിനെ കൂട്ടിലാക്കി. പുറകെ വന്ന് നോക്കിയാ അവന്. അമ്മയ്ക്ക് കിട്ടിയ സർപ്രൈസ് കേട്ടോ. കലം ഇതാക്കണം. അടുത്ത മാസം വാക്ക്. അതെ വാക്ക് ഇതെന്നാ കൊടുക്ക് അവന് കൊടുക്ക്. അമ്മമ്മ കൊടുക്ക്. നമ്മള് പോയ യാത്രയുടെ മെമ്മറീസും സംഭവങ്ങളും അതിനാ വീട് നന്നാക്കുന്നതിന് പൈസ വേണ്ട. തള്ളമാർക്ക് ഇതിന്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ. ഇതിന്റെ അകത്ത് എല്ലാ ഫോട്ടോ ഉണ്ട്. പക്ഷെ നമ്മള് മലേഷ്യയിലൊന്നും പോയതില്ലല്ലോ. ആയിലൻഡ് എത്ര രൂപ കൊടുത്ത്? ആമസോണിൽ അങ്ങനെ മേടിച്ചല്ല, മീഷോ സാധനം പുറത്താ കേട്ടോ. ഇത് വെറുതെ വെക്കാൻ സൂപ്പറാ അല്ലേ?